സ്വാഗതം. കൊളംബോയിൽ നമ്മൾ ഡൗൺ ടൗൺ മങ്കി എന്നൊരു ഡോർമെട്രിയാണ് എടുത്തിരിക്കുന്നത്. ടൗണിൽ തന്നെയാണ്. ഒരാൾക്ക് 2000 LKR ആണ് റേറ്റ് വരുന്നത്. ഞങ്ങളെ കൂടാതെ കുറച്ച് വിദേശികൾ കൂടി ഇവിടെയുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ് ഇവിടുത്തെ കെയർ ടേക്കർ. ബ്രെഡ്, പഴം, ജ്യൂസ്, ചായ അങ്ങനെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. ഹോസ്റ്റൽ വേൾഡിലെ ഒരു പ്രത്യേകതയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മിക്ക സ്ഥലങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൗൺ ടൗൺ മങ്കിയിൽ ഒരു നിർദ്ദേശമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വളരെ രസകരമായി തോന്നി. വൈഫൈ ഇവിടെ ഫ്രീ ആണ്, പക്ഷേ നിങ്ങളത് അമിതമായി ഉപയോഗിക്കരുത് എന്നൊരു കോട്ട് ഇവിടെയുണ്ട്. മിക്കവാറും ട്രാവലേഴ്സ് ആണല്ലോ, യൂട്യൂബും ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്നവർ ഉദ്ദേശിച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. ഇതിനുശേഷം സിറ്റി ടൂറിന് ഇറങ്ങണം. ഇതാണ് പ്രശസ്തമായ ജാമി ഉൽ അൽഫർ മസ്ജിദ്. 1908 നിർമ്മിച്ചതാണ്. ലോക്കൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ചുക്കാൻ പിടിച്ചത്. വെള്ളയും ചുവപ്പുമാണ് ഈ ബഹുനില കെട്ടിടത്തിന്റെ നിറം. ഏകദേശം മിഠായി നിറത്തോടിനോട് സമാനമാണ്. ഇൻഡോ സാസനിക് രൂപകൽപ്പനയാണ് ഇതിനുള്ളത്. ഈ കാണുന്നതാണ് കൊളംബോ ക്ലോക്ക് ടവർ. പണ്ട് ലൈറ്റ് ഹൗസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. 1857 ഇതിൻ്റെ നിർമ്മാണം നടന്നത്. 1952 വരെ ഇത് ലൈറ്റ് ഹൗസ് ആയാണ് ഉപയോഗിച്ചിരുന്നത്. அங்கிருந்த கப்பல் வாரதாரு இதுல லைட் ஈகரே அது தெரியும். இந்த லைட்ல கப்பல் வரும். லைட் இது பழைய பில்டிங் 2000 அப்படி பழைய பில்டிங். இந்திரா கரிகாட்டையில வித்தானே முன்னாடி இருந்த பிரிட்டிஷர் தானே அது இது அந்த ரெட்
അതാണ് ശ്രീലങ്കൻ പ്രസിഡന്റിൻ്റെ വസതി. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. 2000 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത്. അതൊക്കെ പൊളിച്ച് പണിഞ്ഞ് റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് കേട്ടോ. പിന്നെ HSBC ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഒക്കെ ഓഫീസുണ്ട്. സിലോൺ ലിമിറ്റഡ് എന്താണത് അതുകൊണ്ട് വായിക്കാൻ പറ്റണില്ല. ഇതൊക്കെ പല ബിൽഡിങ്ങിലും റിനോവേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ പഴയ ഏതോ ഒരു ബിൽഡിങ്ങാണ്. പുള്ളി പറഞ്ഞത് 2000 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണെന്നാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. പഴയ ബിൽഡിങ്ങിൽ പ്ലാന്റേഷൻ ഹൗസാണ്. ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. പഴയ ബിൽഡിംഗ് ന്യൂസ് പേപ്പർ ഡെയിലി ന്യൂസ് പ്രസൻസ് ഫണ്ട് കാസിനോ ഓ അതാണ് നല്ല തിരക്കേണ്ടത്. ഇവിടുത്തെ കാസിനോ ബേലിക്സ് സെയിലോൺ ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ്. പോസ്റ്റ് ഓഫീസ് ശ്രീലങ്കയിലെ പോസ്റ്റ് ഓഫീസ്. കഴിഞ്ഞ ദിവസം രാത്രി വഴി നടന്നു വന്നപ്പോൾ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്ത സ്ഥലം കാസിനോ. ഇതാണ് ലോട്ടസ് ടവർ. $20. அங்க 5 minutes அங்க ஒசக்க போய் கீழ போட்டோ அடிச்சிட்டு നോർമൽ $20. നമുക്ക് പിന്നെ വൈകിട്ട് നോക്കാം അല്ലേ. ഇത് ഫോറിനേഴ്സിന് $20 നമ്മൾ തലേ ദിവസം ഇന്നലെയൊക്കെ രാത്രിയൊക്കെ നമ്മളൊരു ലൈറ്റിംഗ് കണ്ടിട്ടുള്ള ഒരു സംഭവമില്ലേ, അത് ഇതുമേന്നാണ്. അത് രാത്രിയാകുമ്പോൾ പല വർണ്ണത്തിൽ ഇതിങ്ങനെ പ്രകാശിക്കും, കുളം പോലെ ലോട്ടസ് ടവർ. ശ്രീലങ്കൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 500 LKR മതി. പക്ഷെ ഫോറിനേഴ്സ് ആണെങ്കിൽ $20 കൊടുക്കണം. ഒരു 5 minutes ഉള്ളൂ. നേരെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കൊളംബോ ഫുള്ളായിട്ട് വ്യൂ ചെയ്യാം. നോക്കട്ടെ, ഇന്ന് വൈകിട്ട് ഇവിടേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കിപ്പോൾ ആദ്യം സിറ്റി ടൂർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കൊളംബോയിലോട്ട് എൻ്റെ പൊന്നടി, എനിക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റില്ലടാ. സിറ്റി ടൂർ ബസ്സുകളൊക്കെ ഉണ്ട്, ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ ഉണ്ട്. ഓട്ടോയ്ക്ക് 2 മണിക്കൂർക്ക് 2000 രൂപയാണ് ഇപ്പോൾ അവസാനം സെറ്റായിരിക്കുന്നത്. അൽ റാഷിദ് ട്രാവൽസ് ആണ്. ശ്രീ കൈലാസനാഥർ സ്വാമി ദേവസ്ഥാനമാണിത്.
തമിഴ് കൾച്ചർ. ശ്രീ ബാലസെൽവ വിനായക മൂർത്തി ദേവസ്ഥാനം. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ. ശ്രീലങ്കയിലെത്തിയ ഹിന്ദുക്കളായ ചെട്ടിക്കച്ചവടക്കാരാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പുറകിൽ. വർണ്ണാഭമായ പ്രധാന ഗോപുരം, അതിൻ്റെ വിശദമായ ശില്പങ്ങൾ, സങ്കീർണമായ താമരയിൽ കൊത്തിയെടുത്ത പ്രധാന വാതിൽ, ഉറച്ച ശിലാപ്രതിമയുടെ മാസ്റ്റർ പീസുകൾ, മറ്റ് ഇത്തരം വശങ്ങൾ എന്നിവ ക്ഷേത്രത്തെ മനോഹരമായ കാഴ്ചയാക്കും. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റി ടൂറിൽ നമുക്ക് തോന്നിയൊരു കാര്യം, കൊളംബോ സിറ്റി അത്യാവശ്യം നല്ല ക്ലീനാണ് കേട്ടോ. കുറേ നാൾ പട്ടാളം ഭരിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടുത്തെ ജനങ്ങളും അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. നല്ല ക്ലീനായിട്ടുള്ളൊരു സിറ്റി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.